എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രണയത്തിന് നിങ്ങളുടെ വ്യക്തിക്ക് എത്രമാത്രം അർഹതയുണ്ട്, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ പ്രണയം ലഭിക്കാനായിട്ട് അർഹനാണോ അല്ലെങ്കിൽ അർഹയാണോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സോ ആദ്യം തന്നെ നിങ്ങൾ നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകളൊക്കെ അല്പനേരത്തേക്കൊന്ന് മാറ്റിവെക്കുക. നല്ല രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു നിമിഷം കൊണ്ടുവരിക. അതിനുശേഷം ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് കിട്ടാനായിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അതിനുശേഷം റീഡിങ്ങിലേക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് സെപ്പറേഷൻ എന്നുള്ള കാർഡ് കിട്ടിയിട്ടുണ്ട്, ഒബ്സ്റ്റക്കിൾസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഫിനാൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, സ്റ്റക്ഡ് സിറ്റുവേഷൻ എന്ന് കിട്ടിയിട്ടുണ്ട്, ഇൻട്രോവേർട്ട് എന്ന് കിട്ടിയിട്ടുണ്ട്, റീബർത്ത് എന്ന് കിട്ടിയിട്ടുണ്ട്, ആൻഡ് മിറാക്കിൾസ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ മേ ബി ഇപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾ തമ്മിലുള്ളത്. മേ ബി ഒരു സെപ്പറേഷൻ മോഡിലായിരിക്കാം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഇപ്പോഴുള്ളത്. മേ ബി ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് അല്ലെങ്കിൽ ഒരുപാട് തടസ്സങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാം. എസ്പെഷ്യലി ഇവിടെ ഫിനാൻസ് എന്ന് കിട്ടിയിട്ടുണ്ട്. മേ ബി ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ലൈഫിൽ ഉണ്ടാകാം. അത് കാരണം ഒരുപാട് തടസ്സങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനും ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്റ്റക്ഡ് സിറ്റുവേഷൻ എന്ന് കിട്ടിയിട്ടുണ്ട്. മേ ബി എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്റ്റക്ഡ് സിറ്റുവേഷൻ, അതായത് വീണ്ടും വീണ്ടും ഒബ്സ്റ്റക്കിൾസ് എന്ന കാർഡും സ്റ്റക്ഡ് സിറ്റുവേഷനും സെയിം ഒരു മീനിങ് തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഒരു സെയിം എനർജിയാണ് എനിക്കിവിടെ കാണുന്നത്. തീർച്ചയായും ഒരു സ്റ്റക്ഡ് സിറ്റുവേഷൻ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ ഈ വ്യക്തി ഫേസ് ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ ഫിനാൻസിനെ സംബന്ധിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫാമിലി പ്രോബ്ലം ഈ വ്യക്തിക്ക് ഉണ്ടാകാം. സോ തീർച്ചയായും ഈ വ്യക്തി ഒരുപാട് പ്രോബ്ലംസിലൂടെ, ഒരുപാട് തടസ്സങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇൻട്രോവേർട്ട് എന്ന് കിട്ടിയിട്ടുണ്ട്. മേ ബി ഈ വ്യക്തി ഒരുപാട് ഓപ്പൺ അപ്പ് ആകുന്ന ഒരു പേഴ്സൺ ആയിരിക്കില്ല, അല്ലെങ്കിൽ എല്ലാം മനസ്സിൽ ഒതുക്കുന്ന എല്ലാ ഫീലിങ്സും എല്ലാ പ്രോബ്ലംസും ഒക്കെ ഒരുപാട് ഷെയർ ചെയ്യാത്ത, മനസ്സിൽ തന്നെ കൊണ്ടു നടക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അതേപോലെ തന്നെ റീബർത്ത് കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു റീബർത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു പുതിയൊരു തുടക്കം, അല്ലെങ്കിൽ ഒരു പുതിയൊരു സ്റ്റാർട്ടിങ്, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഗ്രോത്ത് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മിറക്കിൾസ് എന്ന കാർഡ് കാണിച്ചു തരുന്നത് തീർച്ചയായും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത്ഭുതങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മിറക്കിൾസ് പ്രതീക്ഷിക്കാം. തീർച്ചയായും യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ബിഗ് സർപ്രൈസ് ആണ് ഈ റിലേഷൻഷിപ്പിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. തീർച്ചയായും ഒരു മിറാക്കുലസ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. ഒരുപാട് പോസിറ്റിവിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്ലോസ് കിട്ടുമോ എന്ന് കൂടി നോക്കാം. ഇവിടെ എനിക്ക് ഒക്ടോബർ എന്ന് കിട്ടിയിട്ടുണ്ട്. മേ ബി ഒക്ടോബർ മന്ത് നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മന്ത് ആയിരിക്കാം. ഫെബ്രുവരി എന്ന് കിട്ടിയിട്ടുണ്ട്. ഫെബ്രുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. അതേപോലെ തന്നെ മാർച്ച് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ 7 days എന്ന് കാണുന്നുണ്ട്. 2 days കിട്ടിയിട്ടുണ്ട്. മേ ബി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചേഞ്ചസ് ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ആൽഫബറ്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ടി കിട്ടിയിട്ടുണ്ട്, സി, എൽ, എസ്, യു, ജി കിട്ടിയിട്ടുണ്ട്, ആൻഡ് വൈ കിട്ടിയിട്ടുണ്ട്. ഓൾസോ എ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ സ്റ്റുഡൻറ് എന്ന് കാണുന്നുണ്ട്. മേ ബി നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ എന്തെങ്കിലും സ്റ്റഡീസ് നടത്തുന്ന ആളുകളായിരിക്കാം. അതേപോലെ തന്നെ ഇവിടെ ഹെൽത്ത് എന്ന് കാണുന്നുണ്ട്. മേ ബി ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഫഷൻ ചിലപ്പോൾ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഫഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇഷ്യൂ നിങ്ങൾക്കിപ്പോൾ ഉണ്ടാകാം. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ 11 എന്നുള്ള നമ്പർ കിട്ടിയിട്ടുണ്ട്, 1 കിട്ടിയിട്ടുണ്ട്, 22 കിട്ടിയിട്ടുണ്ട്, 18 കിട്ടിയിട്ടുണ്ട്, 21 നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, 25 നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, 29 നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ മേ ബി ഇതിൽ നിങ്ങളുടെ ഏജ് ഉണ്ടായിരിക്കാം, നിങ്ങളുടെ പേഴ്സൻ്റേജ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഈ ഒരു ഡേറ്റ്സിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ചില ആളുകൾക്ക് മേ ബി 111 അല്ലെങ്കിൽ 222 ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾക്ക് കാണുന്നുണ്ടാകാം. അതേപോലെ തന്നെ ഇവിടെ ട്വിൻ ഫ്ലെയിംസ് എന്ന കാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മേ ബി ട്വിൻ ഫ്ലെയിംസ് ആയിരിക്കാം നിങ്ങൾ. ഓക്കെ, അതേപോലെ തന്നെ ട്രൂ എന്നുള്ള ഒരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മേ ബി എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ഒരു കാര്യം ചിലപ്പോൾ ശരിയാണ്
എന്ന ഒരു ഇൻഡിക്കേഷൻ ആണ് എനിക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ്ങിൽ എനിക്ക് കാണാൻ സാധിച്ചത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും ആവശ്യമാണ്. സോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.